പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ ഒരു വാക്കാണ്. മോശ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ദൂരത്ത് ഒരു മുൾക്കൾ നിറഞ്ഞ ഒരു വൃക്ഷം എരിയുകയും പക്ഷേ അതിൽ തീ പറ്റി എരിയുകയും അത് കരിഞ്ഞു പോകാതിരിക്കുന്നതും കാണുന്നു. അത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയുവാനായിട്ട് മോശ അടുത്ത് ചെല്ലുകയാണ്. അപ്പോഴാ മുൾപ്പടപ്പിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക എന്ന് പറയുകയാണ്. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ചെരുപ്പ് എന്ന് പറയുന്നത് അതൊരു പാതുകാപ്പായിട്ട്, അല്ലെങ്കിൽ കാലിൽ മുട്കളോ വേറെ ഒന്നും കൊണ്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ നാം പാദരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ചെരുപ്പ്. അപ്പോൾ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ചെരുപ്പ് ഊരിക്കളകാൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ വരുന്ന എല്ലാ സഹായങ്ങളും ദൈവം ഒരിക്കൽ വേണ്ടെന്ന് വയ്ക്കുവാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായമായിരിക്കുന്ന ജോലി നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം, നമുക്കാരെങ്കിലും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ സഹായിച്ചില്ലെന്ന് വരാം, അതേപോലെ അപ്പൻ അമ്മ മക്കൾ ഇങ്ങനെ പലരും നമ്മെ വിട്ട് കടന്നു പോകുന്നവന്നിരിക്കാം. പ്രിയ ദൈവപൈതൽ, അതൊന്നും നമുക്കൊരു നാശത്തിന് വേണ്ടിയല്ല, ദൈവം നമ്മിൽ കൂടെ എന്തോ ഉദ്ദേശിച്ചാണ് അത് ചെയ്യുന്നത്. പ്രിയ ദൈവ മക്കളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒറ്റിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കുമ്പോൾ അത് നന്മയ്ക്കല്ല, അത് തീമയ്ക്കല്ല, നന്മയ്ക്കാണ് എന്ന് നാം വിചാരിക്കണം. ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ അടുത്ത് ചെല്ലുവാൻ, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിവാൻ, ദൈവം നമ്മോട് എന്ത് കൽപ്പിക്കുന്നു എന്ന് അറിവാൻ നാം മനസ്സ് വയ്ക്കണം. നാം മനസ്സ് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സുരക്ഷിത സ്ഥാനത്തിൽ വച്ചിരുന്ന എന്തെങ്കിലും നമ്മെ വിട്ട് കടന്നു പോയെങ്കിൽ, കർത്താവെ അടുത്ത് നീ എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെന്ന് കേട്ട് ദൈവസന്നിധിയിൽ നാം ഒന്നുകൂടെ അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.